ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇവിടെ പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റിയിൽ 1 ഡേ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ബെയറിഷാണ്, ഹ്യൂജ് ബെയറിഷാണ് മാർക്കറ്റ്. ഇന്ന് ഓൾമോസ്റ്റ് 2.4% ഡൗൺ ആണ് മാർക്കറ്റ്. പിന്നെ പക്ഷേ അത്ര ഡൗൺ ആണെങ്കിലും അടിയിലുള്ള ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും ഇവിടെ ടാപ്പ് ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും ആ ഏരിയയിലില്ല. കാരണം മാർക്കറ്റ് ഹെവി ബുള്ളിഷായി കയറിപ്പോയ ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്, പക്ഷേ താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്കുള്ള പുട്ട് ഓപ്ഷനിലാണ് എൻട്രി നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് IDX ഈ ഒരു റേഞ്ചിലുള്ള ഇവിടെ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. സോ അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 22,600 ഒക്കെ നോക്കാം. 22,600 റേഞ്ചിലുള്ള പ്രീമിയം നോക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 22,600 പുട്ട് ഓപ്ഷൻ. അതിൽ ഒരു കോൾ ഓപ്ഷൻ അല്ല എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ SL6 പോയിൻ്റ് വെക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വരും. 6 പോയിൻ്റ് ഓക്കെ, ഏകദേശം ഇത്ര ഈ റേഞ്ചിൽ വരും. 6 പോയിൻ്റ് SL പറഞ്ഞാൽ ഇനി ടാർഗറ്റ് 30 പോയിൻ്റ് പറഞ്ഞാൽ ടാർഗറ്റ് 30.1:5 പറഞ്ഞാൽ 30 പോയിൻ്റാണ്. 30 പോയിൻറ്റ്സ് പറഞ്ഞാൽ ഏകദേശം ഇത്ര വരും. അപ്പോൾ കുഴപ്പമില്ല, SLഉം ടാർഗറ്റൊന്നും വലിയ പ്രശ്നമില്ല. നല്ല രീതിക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് തന്നെ, പ്രീമിയം തന്നെയാണ് 22,600 പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞത്. സോ ഇനി എൻട്രി വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. അതിന് ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ എല്ലാം റെഡി ആക്കി വെക്കാം. സ്ട്രൈക്ക് 22,600. സോ 22,600 പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ പോയിട്ട് ബൈ കൊടുക്കാം. 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻ്റ്, മാർക്കറ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻട്രി എടുക്കാനുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ടുള്ള ഏതെങ്കിലും സെറ്റപ്പ് ഒരു 5 മിനിറ്റ് IDX ആണ് ടാപ്പ് ചെയ്ത് 5 മിനിറ്റ് IDX ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു എൻട്രി സെറ്റപ്പ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടുന്ന് ഇപ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ ടാർഗറ്റിലേക്ക് 64 പോയിൻറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ധാരാളമാണ്. 30.1:5 ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. നോർമൽ രീതിയിലാണ് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പം സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. 30.1:5 ഒക്കെ 1:5 അബവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി. ഇനി എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് ഒരു എൻട്രി തരുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ടോപ്പിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ആ ഏരിയയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. 22,560.9 ആ റേഞ്ചിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. പ്രീമിയം അത്യാവശ്യം മേലെയാണ് നിൽക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഡൈവർജൻസ് ഒക്കെ കാണിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പോകാനായിരിക്കും ചാൻസ്. ടാർഗറ്റ് നമുക്ക് നേരത്തെ നോർമലി ഉള്ള പോലെ തന്നെ ഡേലോ വെക്കാം. 64 പോയിൻറ്റ്സോളം ഉണ്ട് ടാർഗറ്റിലേക്ക്. അതല്ലാതെ വേറെ ലിക്വിഡിറ്റി ഒന്നും തൊട്ടടുത്തില്ല. പ്രോപ്പറായിട്ടുള്ള സ്വിങ് ഹൈ അല്ല സ്വിങ് ലോ ഒന്നും അവിടെ ഇല്ല. പ്രോപ്പറായിട്ട് എൻട്രി വെക്കാൻ പറ്റുന്ന തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഏരിയ പറഞ്ഞത് ഡേലോ തന്നെയാണ്. സോ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഡേലോയിൽ എക്സിറ്റ് ടാപ്പ് ഓക്കെ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. പുട്ട് ഓപ്ഷൻ എൻട്രി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയ പ്രൈസ് നോക്കുകയാണെങ്കിൽ 247.54 നമുക്ക് എൻട്രി വന്നത്. അത് ഇവിടെ ചെറിയൊരു ബുള്ളിഷ് മൊമെൻ്റ് അവിടെ നിന്ന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്. 247.45 ഓക്കെ. സോ ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. 6 പോയിൻ്റ് SLഉം 30 ടാർഗറ്റ് ഡേലോയും. ചെറിയൊരു അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു മൊമെൻ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. എൻട്രി എടുത്ത ഉടനെ തന്നെ ലിക്വിഡിറ്റിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. SL അടിക്കാനുള്ളതാണെങ്കിലും ഇതേപോലെ തന്നെ ആയിരിക്കും. നമുക്ക് ഓവർ പറയാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ 6 പോയിൻ്റൊക്കെ അടിച്ചു വീണ്ടും. അതേപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൊമെൻ്റ് വരും. എന്തായാലും നോക്കി നോക്കാം. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി എന്താവും എന്നുള്ള ടാർഗറ്റ് ആവും SL ആവും എന്നുള്ളതൊക്കെ. എന്തായാലും എൻട്രി ഏരിയയിൽ നിന്ന് അത്യാവശ്യം ഹ്യൂജ് മൊമെൻറ്റും പെട്ടെന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കി നോക്കാം. നമ്മളെ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 2,356.25 നമുക്ക് ലോസ് വന്നത്. ഓർഡറിൽ പോയിക്കൽ 11:27 അടുത്ത് 32 സെല്ലായി. ഓൾമോസ്റ്റ് ഒരു 3-4-5 മിനിറ്റ്സ് 5 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഈ ലോസ് വന്നത്. സോ
പക്ഷെ മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഒന്നും ഇവിടുന്ന് കാണുന്നില്ല. ഈ ട്രേഡ് എസ് എൽ അടിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ മാർക്കറ്റ് നല്ല രീതിക്ക് ബെയറിഷ് തന്നെയാണ്. ഇവിടുന്ന് ഇനിയും താഴേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. ചിലപ്പോൾ മേലെ ഏതെങ്കിലുമൊക്കെ കുറച്ചും കൂടി ലിക്വിഡിറ്റി കളക്ട് ചെയ്യിക്കും, ബട്ട് അപ്സൈഡിലേക്ക് പോകാനുള്ള ലിക്വിഡിറ്റി ഒന്നും താഴെ ടാപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ്. സോ ഇന്നിനി ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴേക്ക് തന്നെ നോക്കുള്ളൂ. കോൾ ഓപ്ഷനിലേക്ക് ഞാൻ നോക്കുന്നില്ല. കോൾ ഓപ്ഷനിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തക്കതായിട്ടുള്ള പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയസ് ഏതെങ്കിലും മാർക്കറ്റ് ടാപ്പ് ചെയ്യണം. അത് ഇതുവരെ ഒന്നും ടാപ്പ് ചെയ്തില്ല. ഇനി വെയിറ്റ് ചെയ്ത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് വേണം നോക്കാം. പക്ഷെ നിലവിലിപ്പം താഴേക്ക് തന്നെയാണ് എൻട്രി നോക്കുന്നത്. നല്ല ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ താഴേക്ക് തന്നെ എൻട്രി എടുക്കുക. താഴേക്ക് എൻട്രി എടുക്കാൻ അങ്ങനെ ഭയങ്കര പ്രോബിലിറ്റി ഉള്ള ട്രേഡ് അല്ലെങ്കിൽ ഹ്യൂജ് പ്രോബിലിറ്റി ഉള്ള ഐഡിയക്സോ അല്ലെങ്കിൽ ലെവൽസോ ഒന്നും വേണമെന്നില്ല. ഏതെങ്കിലും ചെറിയ ലെവൽസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ താഴേക്ക് നോക്കാം. കാരണം മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മേലേക്ക് നോക്കണമെന്നുണ്ട്, കോൾ ഓപ്ഷനിൽ എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല പ്രോബിലിറ്റി ഉള്ള ട്രേഡ്സ് തന്നെ കിട്ടണം. നല്ല പ്രോബിലിറ്റി ഉള്ള ഐഡിയക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ലെവൽസൊക്കെ ടാപ്പ് ചെയ്താൽ അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലുമൊക്കെ എൻട്രി കിട്ടുമെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ സമയം 2:30 ആയിട്ടുണ്ട്, 2:25 ആയിട്ടുണ്ട്. സോ നമ്മളെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. 14:02 അടുത്തത് 2:03 ആകെ 1 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമുക്ക് ലോസാണ് വന്നത്. സെയിം സ്ട്രൈക്കിനാണ് 22,600 പുട്ട് ഓപ്ഷൻ. 4,700 നമുക്ക് ടോട്ടൽ വന്ന ലോസ് എന്ന് പറഞ്ഞത്. സോ എൻട്രീൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ 14:02 പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഈ ഒരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ താഴേക്ക് ഒരു എൻട്രി എടുത്തതാണ്. അതിന് ഹയർ ടൈം ഫ്രെയിമിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൽ ഇവിടെ ഐഡിയക്സും ലെവൽസും ഒക്കെ ഉണ്ട്. സോ ആ ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ലോ ടൈം ഫ്രെയിമിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ടാപ്പ് ചെയ്തപ്പം ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. അത് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ച് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ട്രേഡ്. സോ അതിനുശേഷം വേറൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്ത് താഴേക്ക് ഒരു മൊമെൻ്റ് അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഏതായാലും ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. ഇന്ന് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇന്ന് ഈ 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ നമുക്ക് 5,000 റുപ്പീസിൻ്റെ അടുത്ത് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.